ഞാനിപ്പോ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 4 വർഷത്തോളമായി. 3 സീസൺ 4 വർഷമാവും. എന്നിലുണ്ടായ മാറ്റം ഈ IBS എന്ന രോഗത്തെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സുരേന്ദ്ര സാറിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഒരു 10 വർഷത്തോളം ഞാൻ ഈ അസുഖമായിട്ട് നടന്നു. ഈ IBS എന്ന രോഗമായി. ഇതെന്ത് അസുഖമാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. മരുന്ന് കഴിക്കുന്നത് കുറച്ച് കുറവ് കിട്ടുന്നു, വീണ്ടും ഇത് തന്നെ. ഇനി 10 വർഷത്തോളം ഞാനിതുകൊണ്ട് നടന്നു. അവസാനം മരിക്കാൻ തീരുമാനിച്ചു. ഇത് കുറയുന്നില്ല, പിന്നെ ചെയ്യാൻ പറ്റും. ഇന്നും പോകാൻ പറ്റാത്ത അവസ്ഥ. ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റത്തില്ല, ഒരു ഫംഗ്ഷന് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നീങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണാനിടയായി. അതായത് കൊല്ലം തുളസി അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ, യൂറിൻ തെറാപ്പിയെ കുറിച്ചൊരു വീഡിയോ. അത് മുഖാന്തരം അതില് ഒരാളൊരു കമന്റ് ഇട്ട്. ഞാൻ അയാളെ വിളിച്ചു. അയാളുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. ആ വീഡിയോ താഴെ ഇട്ട കമന്റ് അയാളെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് നാരായണൻ സാറിന്റെ നമ്പർ കിട്ടുന്നത്. ഞാൻ നാരായണൻ സാറിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അതിന്റെ അനുഭവത്തിൽ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു 3 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടി. വെറും 3 ദിവസത്തിനുള്ളിൽ. അതായത് മുമ്പ് സാറ് പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ മനബന്ധം അല്ലെങ്കിൽ വയറണം. ഈ 2 അവസ്ഥയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടായി. യൂട്യൂബ് ചെയ്തത് മൂലം പലർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ പലരും അംഗീകരിക്കാൻ തയ്യാറല്ല. അവര് പുച്ഛഭാവത്തോടെ നമ്മളോട് സമീപിക്കുന്നു. ഓക്കെ, നമ്മൾ പക്ഷേ അംഗീകരിച്ച് യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയ ആളുകൾക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അവരുമായിട്ട് ഞാൻ നിരന്തരം കോൺടാക്ട് ചെയ്യുന്നു. അവര് പലർക്കും ഇത് പറഞ്ഞു കൊടുത്ത് അവർക്കും മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അംഗീകരിക്കാൻ അല്ല ഉൾക്കൊള്ളാനോ തയ്യാറാകാത്ത ആൾക്കാർ ഈ രോഗമായിട്ട് പിന്നെ നടക്കും. അതേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല മാറ്റവും ഭയങ്കര ഊർജം, ശരീരത്തിന് എന്തും ചെയ്യാനുള്ള ഊർജം നമുക്ക് കിട്ടും. നമ്മുടെ യൂട്യൂബ് ചെയ്യുന്നതിലൂടെ എനിക്ക് IBS-നാണ് ഞാൻ ഈ സത്യത്തിൽ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് ഈ ചിന്നിക്കുത്തുണ്ടായിരുന്നു, അത് മാറി. IBS എന്ന് പറയുന്ന രോഗത്തിന് ചെയ്യാൻ തുടങ്ങിയതിലൂടെ ചിന്നിക്കുത്ത് മാറി. കേൾക്കാമോ? വളരെ കേൾക്കാമോ? കേൾക്കാം. IBS എന്ന് പറയുന്ന രോഗത്തിന് വേണ്ടി ചെയ്ത യൂട്യൂബിലൂടെ ചെന്നിക്കുത്ത് മാറി, നടുവേദന മാറി. പല അസുഖങ്ങൾക്കും ഇതൊരു മരുന്നാണ് പിന്നാണ് നമുക്ക് മനസ്സിലായത്. പക്ഷെ പല ജനങ്ങൾ ഇത് അംഗീകരിക്കാൻ തയ്യാറില്ല. ഞാനിത് പലരോടും പറഞ്ഞു കൊടുക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന കപ്പാസിറ്റി, ബലം, ഭയങ്കര ബലമാണ്. യൂട്യൂബ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ബലം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം, നമ്മൾ പച്ചക്കറി കഴിക്കണം അമിതമായിട്ട്. പച്ചക്കറി, നോൺ വെജ് കഴിവതും ഒഴിവാക്കി പച്ചക്കറി, വെജിറ്റബിൾ ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ല ഇത് കിട്ടാറുണ്ട്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം IBS എന്ന ഉദരസംബന്ധവും കുടൽ സംബന്ധവുമായ രോഗം 10 വർഷക്കാലം ചികിത്സിച്ചിട്ടും മാറിയില്ല. ഒടുവിൽ യൂറിൻ തെറാപ്പി ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ആശ്വാസം ലഭിച്ചു തുടങ്ങി. ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടായത് മറ്റൊരു രോഗമായ മൈഗ്രെയിനും യൂട്ടിയിലൂടെ സുഖപ്പെട്ടു എന്നതാണ്. രഞ്ജിത്തിൻ്റെ ഈ അനുഭവത്തെ പരിഹസിക്കുകയാണോ വേണ്ടത്? തീർച്ചയായുമല്ല. ശാസ്ത്രവാദികൾ ഇതിൻ്റെ കാരണം കണ്ടെത്തണം. ഹോർമോണുകളും എൻസൈമുകളും വിറ്റാമിനുകളും ധാതുലവണങ്ങളും ആൻറ്റിബോഡികളും മൂലകോശങ്ങളും എക്സോസോമുകളും എല്ലാം അടങ്ങിയ രക്തത്തിലെ പ്ലാസ്മ ദ്രവമാണ് മൂത്രം. ഈ ദ്രാവകത്തിൻ്റെ ഔഷധ ഗുണമാണ് രോഗം സുഖപ്പെടാൻ കാരണം. അനുഭവം തുറന്നു പറഞ്ഞ രഞ്ജിത്തിന് നന്ദി.